നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് ആദ്യത്തെ അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത്, കാര്യവട്ടത്തിനടുത്ത്, കുളത്തൂരിനടുത്ത്, മൺവിള എന്ന് പറയുന്ന സ്ഥലത്ത്, മൺവിള മുരുകൻ കോവിലിനടുത്ത്, ഭാരതീയ വിദ്യാഭവൻ സ്കൂളിനടുത്ത്. പ്രിയപ്പെട്ട സുഹൃത്ത് രാവിലെ അമ്പലത്തിൽ എങ്ങാണ്ട് പോയിട്ട് വണ്ടി കഴുകാനായിട്ട് വീടിൻ്റെ പിന്നിലേക്ക് വന്ന സമയത്താണ്, വണ്ടി കഴുകിയിട്ട് വന്നപ്പോൾ അങ്ങനെ എന്താണ് വന്ന സമയത്താണ് ഒരു അതിഥി ഇങ്ങനെ വലയിൽ കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ടീം ഒരുമിച്ച് പെട്ടെന്ന് ഇവിടെ എത്തി. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്താണ് പേര്? രാജേന്ദ്രൻ. എന്ത് ജോലിയാണ്? രാവിലെ ഒരു ഭക്തി മാർഗമൊക്കെ ആണല്ലോ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വലയില് ഇവരൊക്കെ എന്റെ സിസ്റ്റർ, എന്റെ ചേട്ടൻ, എന്റെ നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നല്ലോ? കാണാൻ രീതിയിൽ തന്നെ കിടക്കുന്നല്ലേ? ആടിപ്പൊളി. പേടിയായിരുന്നു, അതുകൊണ്ട് 10 അടി മാറി നിൽക്കുന്നു. വേറെ പണിയില്ല കേട്ടോ. പക്ഷെ പണിയില്ലെങ്കിലും ഇല്ലപ്പാ. അയ്യോ, നമ്മൾ ഈ ഇടയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മളൊരു അണലി അതിഥി വലയെ കുരുങ്ങിയ ഒരു കൃഷിത്തോട്ടത്തിൽ പശു കുളത്തിന് വീട്ടിൽ പോയിട്ട് എടുത്ത് അത് ഉറുമ്പൊക്കെ അരിച്ച് അതൊരു പരുമായി കിടന്നു. പക്ഷേ സന്തോഷം എന്താണ്ടോ, ഒരു ഫീമെയിൽ പെൺ അണലിയാണ്. എന്തായാലും ചേട്ടാ, ഇത് ചേട്ടാ ഈ അടുത്തെങ്ങാനും ഇവിടെ നിന്ന് വല്ല ഈ പരിസരത്തെങ്കിലും അണലിയുടെ കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയായിരുന്നോ? കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു? അടുത്തൊക്കെ കിട്ടിയായിരുന്നു? അപ്പോൾ ഇത് പ്രസവിച്ചിട്ടുണ്ടാവും. ഒരു 30 കുഞ്ഞുങ്ങൾ കൂടുതൽ പ്രസവിച്ചിട്ടുണ്ടാവും. ഓ, കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ? അത് വലുത് കനം കുറവ്. ഇവർ പറയുന്നവർ വേറെ കണ്ടു. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്ത്, പക്ഷെ പുള്ളിക്കാരൻ കണ്ടതുണ്ടോ ഇതാണല്ലേ? പക്ഷേ നമുക്കൊരു ഭാഗ്യം കൊണ്ട് എന്താണെന്നറിയാം, ഇതാ ഒരാളല്ല, ഇതാ 2 പേര്. ചേട്ടാ 2 പേരുണ്ട് കേട്ടാ, 2 പേര്. നിങ്ങൾ ഒന്നേ കണ്ടോളൂ അല്ലേ? ഇതാ അകത്ത് താഴ്ന്നുണ്ട്. ഇതാ നോക്കിതാ, കണ്ടോ? പക്ഷെ ഇതൊരു കുഴപ്പമാണ്. എന്തെന്നറിയാം, ഇതിപ്പോൾ രണ്ടും വലയിൽ കുരുങ്ങിയിരുമ്പോൾ രണ്ടിൻ്റെയും തല നോക്കി കറക്റ്റായിട്ട് എടുത്ത് വല നോക്കി വെട്ടിയില്ല എങ്കിൽ പണി 8ൻ്റെ അല്ല 24-ൻ്റെത് വാങ്ങും. കാരണം നമ്മൾ വല പിടിച്ചെടുക്കുന്ന സമയത്ത് എവിടെയാണ് തലയിരിക്കുന്നത്, എവിടെയാണ് അതിൻ്റെ കെട്ട് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും സേഫായിട്ട് ഇതിനെ എടുത്തും കൊണ്ട് മാറ്റി വെക്കാം. അറിയാമല്ലോ, നമുക്ക് ഈ വല എടുക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക, നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന മനോജ് മഹാദേവൻ, ആലപ്പുഴയുള്ള മനോജ് മഹാദേവനെ നമ്മൾ ഓർമ്മ വരുന്നത്. അറിയാമല്ലോ, ഇതുപോലെ വലയിൽ കിടന്ന് അണലി കടിച്ചിട്ട് കാലിൻ്റെ തുട വരെ വെച്ച് മുറിച്ച് മാറ്റിയ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ വലയിൽ കുരുങ്ങി അണലി അതിഥിയല്ല, വലയിൽ കുരുങ്ങി ഏത് മുറുക്കൻ അതിഥി എന്തിനെടുത്താലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അപകടം ഏതിലെയാണ് നമുക്കിങ്ങനെ തൂക്കിയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രണ്ടിൻ്റെയും തലയും വാലും നമുക്ക് എവിടേക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എപ്പോഴും ശ്രദ്ധിച്ച് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുണ്ടോ, ഇതിൻ്റെ വാല് അധികം കുരുങ്ങിയില്ല. ഇത് മിക്കവാറും ഇറങ്ങിപ്പോരും, ചെറിയ ഹോളാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ച് പ്രശ്നം. ഇതിനാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന് പെട്ടെന്ന് വെട്ടിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കഴുത്ത് കുറച്ച് ഇറിവിട്ടുണ്ട്. ചേട്ടാ കാത്തിരിക്കാമോ? ഇതുണ്ട്, ഇത് നമുക്ക് കുറച്ച് പ്രശ്നമാണ്. അതിന് കുറച്ച് ഇറിവിട്ടുണ്ട്, നല്ല ഇറിവിട്ടുണ്ട്. കാരണം അത് കുറച്ച് ഇറിവുണ്ട്. എയർ എടുക്കുന്നതിന് അറിയില്ല. അപ്പോൾ അകത്തോട്ട് എയർ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എയറിങ്ങനെ എടുക്കുന്നത്. അപ്പം നമുക്ക് സൂക്ഷിക്കണം. അതിലുപരി നല്ല കുരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി, ഇന്ന് വെളുപ്പാങ്കലത്ത് എപ്പോഴെങ്കിലും കുരുങ്ങിയതായിരിക്കും. കണ്ട അദ്ദേഹത്തിന് കണ്ട, ഇപ്പം അദ്ദേഹത്തിന് കുറച്ചൊന്നായി പോകുന്നുണ്ട. ഇപ്പോൾ കുറച്ചൊന്നായി പോകുന്നുണ്ട, കുറച്ചൊന്നായി വന്നിട്ടുണ്ട്. മറ്റേ അദ്ദേഹത്തിൻ്റെ തല സേഫ് അല്ല, അദ്ദേഹത്തിൻ്റെ തലയും പുറത്താണ്. കണ്ട, ഈ എയർ എടുത്തിരിക്കുന്ന അകത്തേക്ക് എയർ പോകാത്തത് കൊണ്ടാണ്, എയർ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഇതിന് കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കടി കിട്ടാണ്ട് സാധ്യതയുള്ളൂ. കാരണം എന്താണെന്നറിയാം, കുറച്ച് തല ലൂസാണ്, വലയിൽ കുരുങ്ങിയിട്ടില്ല. എന്നിട്ട് നമ്മളെ ആ മരിച്ച ആൾ തൊട്ടടുത്ത് അണലി അടിച്ച് മരിച്ച ആളുടെ പേരെന്താണ്? രവിയോ?
അത് ഉദ്ദേശം എത്ര വർഷമായി കാണും? 10 ഞാൻ 10 എടുത്തുള്ളൂ. ഞാനല്ലേ പാമ്പിനെ ഒന്ന് എടുത്തത്. 10 വർഷത്തിനകത്താകുള്ളൂ. കണ്ടോ, സേഫ് ഫീമെയിൽ ഉണ്ടോ, പെണ്ണത്. ഈ വർഷം പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഫുഡ് തേടി ഇറങ്ങിയതായിരിക്കാം. പക്ഷെ എന്തായാലും കുറച്ചുകൂടി നമ്മൾ ലേറ്റായിരുന്നുവെങ്കിൽ മിക്കവാറും അദ്ദേഹം മരണപ്പെട്ടേനെ. ഇപ്പം നമ്മൾ കണ്ടതാ അണലി എപ്പോഴും അപകടരുതാ, നോക്കിയതാ, ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ഞാൻ കുടിക്കുന്നുണ്ടോ? നമുക്ക് വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹം ചെറിയൊരു ഉഷാറായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ ഒന്ന് ചാക്കിലാക്കിയിട്ട് ഒരു ചാക്ക് തരാം കേട്ടോ. നല്ല ഉഷാറാണ്, നല്ല അടിപൊളി, നല്ല സ്മാർട്ടായിട്ട് പോകുന്നത് കണ്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കണ്ടോ. പിന്നെ അദ്ദേഹത്തിന് കടിക്കാനുള്ള ടെൻഡൻസി ഉള്ളു, കാരണം ഇപ്പം ഉഷാറായി. ഇനിയിപ്പോൾ കണ്ടോ കടിക്കുന്നുണ്ടോ, പെട്ടെന്ന് ചാടിക്കടിക്കുക. അതിനാണ് അടുത്ത പരിപാടി. വെള്ളം കുടിച്ചൊന്ന് ഉഷാറായപ്പോൾ അദ്ദേഹത്തിന് പിന്നെ വലിയ പണിയാണ്. കണ്ടല്ലോ, വലിയ ഏകദേശം എനിക്ക് തോന്നുന്നു 7 വയസ്സിനടുത്ത് പ്രായം വരുന്ന അണലി. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. വലയിൽ എന്തായാലും ഇന്ന് വെളുപ്പാങ്കാലത്ത് മറ്റേ കുരുങ്ങിയതാണ്, രാത്രിയൊന്നും കുരുങ്ങിയല്ല, വെളുപ്പാങ്കാലത്ത് അങ്ങോട്ട് കുരുങ്ങിയാണ്. അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതാണ് പ്രശ്നം, കാരണം ഇതിന് വലയിൽ നല്ല പണിയുണ്ട്. കാരണം നല്ല പണിയുണ്ട് കണ്ടോ. ഇതിലൊരു കുഴപ്പമുള്ളത്, അദ്ദേഹത്തിനും അധികം വല കുരുങ്ങിയിട്ടില്ല. പിന്നെ തല വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ടോ തല. ഈ സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും കടി വീഴും. ഈ സർക്കിൾ കിട്ടിയാൽ അപ്പോൾ. പക്ഷേ പ്രത്യേകം എന്നറിയാം, രണ്ടുപേരും ഫീമെയിലാണ്ടോ, രണ്ടൊരു ഫീമെയിൽ പാറ്റേൺ, ഫീമെയിലിൻ്റെ വാലിൻ്റെ അവിടെ രണ്ടുപേരും. ഇദ്ദേഹം പ്രസവിച്ചില്ല. ഈ വർഷം അണചേർന്നിട്ടില്ല, പ്രസവിച്ചിട്ടില്ല കണ്ടോ. രണ്ടും ഫീമെയിൽ. അതിന് വാലിന് നീളം കുറവാണ്, ടൈലിന് നീളം കുറവ്. പിന്നെ ഈ ഞങ്ങളെപ്പോലുള്ളൊരു ആണും പെണ്ണും തിരിച്ചറിയുന്നത് ഈ ചെറിയ പാറ്റേൺ നോക്കിയിട്ട്, തല നോക്കിയിട്ട്, പിന്നെ ഈ ഒരു മോഷൻ പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അത് നമ്മളെ ഡിസ്റ്റൻസ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അത് പാറ്റേൺ. അത് നോക്കിയാറൊന്നുമുണ്ട്. യഥാർത്ഥ പാമ്പ് സംരക്ഷകർക്ക്, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള പാമ്പ് സംരക്ഷകർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇത് മെയിലാണോ ഫീമെയിലാണെന്ന്. ഒരു പെരുമ്പാമ്പിനെ കണ്ടാലോ മൂർഖനെ കണ്ടാലോ അണലിയോ കണ്ടാലോ ഒക്കെ പറയാൻ പറ്റും. ചില കേസിൽ ചിലപ്പോൾ മറിച്ച് സംഭവിക്കും. ചിലപ്പോൾ തല നോക്കിയിട്ടാണ് പറയണമെങ്കിൽ ചിലപ്പോൾ വലിയ തല, ഫീമെയിലിന് വലിയ തല ഉണ്ടാവും, പറയാൻ പറ്റില്ല. പക്ഷേ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഫീമെയിൽ മെയിൽ. എന്തായാലും ഇത് രണ്ടും ഫീമെയിൽ അതിന്. പക്ഷേ അറിയാമല്ലോ, നമ്മൾ പുള്ളിക്കാരൻ പറഞ്ഞു, രവീന്ദ്രൻ എന്ന് പറയുന്നൊരു ചേട്ടൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആ പാമ്പിനെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നത് ചെറിയ പാമ്പായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കടി കിട്ടിയിട്ട് പെട്ടെന്ന് മരണം സംഭവിച്ചു. ഒരു ലേറ്റായില്ല, പെട്ടെന്ന് മരണം. എനിക്ക് തോന്നുന്നത് പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ട്. ചിലപ്പം മറ്റേതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാം. ചിലപ്പോൾ നേരത്തെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള ആളാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ മൈൽഡ് അറ്റാക്ക് വന്നിട്ടുള്ള ആളാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം.
അതിൻ്റെ ബാക്കി പണിയുടെ അവസാന ഘട്ടത്തിലാണ്. ഇനിയാണ് പണി. നമ്മൾ കണ്ടല്ലോ ഈ അടുത്ത കാലത്ത് ഒരു തോട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണപ്പന തോട്ടത്തിൽ നിന്ന് ഇവിടെയും പോലെ എനിക്ക് തോന്നുന്നത് വടക്കോട്ട് എവിടെയാണ് ഒരു അണലിയെ ഹൂക്കൊണ്ട് ഇങ്ങനെ കോരുന്ന വലിയ ഹൂക്കായിരുന്നു. ആ ഹൂക്കിൽ കയറിയ സാധനം കൈയുടെ ഇവിടെ കടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതിലുപരി വേറെ പ്രത്യേകം എന്നറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ അണലി ആ മൂർഖൻ വലയക്കുരുങ്ങി, അത് എനിക്ക് തോന്നുന്നു UP അങ്ങോട്ട് എവിടെയാണ്, എനിക്ക് തോന്നുന്നത് ഒഡീഷയാണെന്ന്. ആ കിടക്കുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ കത്തിരി വെച്ച് ഇങ്ങനെ കഴുത്തിൻ്റെ കൊണ്ട് വെട്ടുന്നതും കടിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കടി കിട്ടുന്നതും അദ്ദേഹം ഹോസ്പിറ്റലൈസിലാവുന്നതും വീഡിയോ കാണാൻ പറ്റിയിരുന്നു. ഇത് നോക്കിയോ, നമുക്ക് കാണാം. എല്ലാ വലയും നമ്മൾ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇന്ന് രാവിലെ എങ്ങാണ്ട കുരുങ്ങിയതാണ്. നോക്കി നല്ല ചാർജിങ് മോഡിൽ, നല്ല ചാർജിങ്ങിൻ്റെ മുകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നോക്കിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എന്തായാലും കുറച്ച് ആ ഒരു വെള്ളം കുറച്ച് കൊടുത്ത് നോക്കാം. ആരോഗ്യ പ്രശ്നമില്ല, അതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ. കാണാം രണ്ടുപേരും നമ്മൾ മുന്നിൽ അങ്ങനെ ഒരുമിച്ചതാ ഉണ്ടോ. അത് നമ്മൾ അനങ്ങാതെ നിന്നാൽ മാത്രമേ ഇങ്ങനെ കിടക്കുള്ളൂ. അനങ്ങാതെ നിൽക്കുന്നിട്ട് ഇതാ ഒരാളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നോക്കി നമ്മൾ അനങ്ങിയാൽ പോയി, നോക്കി അനങ്ങിയ കഥ മാറി. അനങ്ങിയ പെട്ടെന്ന് വന്നിട്ട് നിന്റെ നോക്കി അങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒരാൾ ഈ കൊച്ചാശൻ ചുമ്മാ നിൽക്കുന്നത്, തിരിഞ്ഞ് വലത്തോട്ട് പോകുന്നു. എൻ്റെ വലത്തോട്ട് പോകുന്നു. നമ്മൾ അനങ്ങിയാൽ പോയി സ്പീഡ് കൂടും. അനങ്ങിയ സ്പീഡ് അത് ഉണ്ടാകുന്ന പതുക്കെ പോയിട്ട് എവിടെ അല്ലെങ്കിൽ ചപ്പിൻ്റെ ആ ചെടിയിൽ ആ ഒരു മാവിക്കിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ആയിരുന്നു. നോക്കി കാരണം നമുക്ക് ഓരോ എപ്പിസോഡും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും നമ്മുടെ പ്രേക്ഷകർക്ക് അവരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാനിപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മുടെ ഓരോ പാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞു അണലിയാണ് ഞങ്ങളുടെ അമ്മ ചുമ്മാ പറ്റിക്കരുതല്ലോ, ചേരയെ നിർക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എല്ലാ മക്കളെ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്, അണലിയാണ് മോൻ പറയുന്ന, അണലിയുടെ പെട്ടെന്നുള്ള കടിയെക്കുറിച്ച് പറയുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, അണലിയാണ് ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ പരതിയിട്ടാണെന്നില്ല അവിടെ നിന്ന് അണലിയെ പിടിക്കും. പക്ഷേ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം അണലി പ്രസവിച്ച് കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങൾക്ക് മനുഷ്യൻ്റെ ജീവനെ അപഹരിക്കാൻ പറ്റുന്ന വനം ആയി കഴിഞ്ഞു. 1 മാസത്തിലേറെ കഴിഞ്ഞു. 1 മാസം 1.5 മാസത്തോളം ആവുന്നു. ആദ്യത്തെ ഡെലിവറി 1 മാസം 1.5 മാസമായി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇനി കഴിഞ്ഞു. ഇത് അണലിയുടെ പ്രസവം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു. ഇനി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക വീടിൻ്റെ ചവിട്ടി എന്ന് പറഞ്ഞ സാധനം ചവറിനോട് ചേർത്ത് വെക്കരുത്. ഷൂ ക്യാൻവാസ് നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്, ഷൂ ക്യാൻവാസ് ഒന്നും താഴെ വെക്കരുത്. ചെടിച്ചട്ടികൾ നിർബന്ധമായിട്ട് ചെടിച്ചട്ടിയെ സ്നേഹിക്കുന്നവർ ചെടിച്ചട്ടി ഒരു അടി അകലത്തിൽ ചവരിൽ നിന്ന് 1 അടി അകലത്തിലേക്ക് മാറ്റി വയ്ക്കുക. 2 ചെടികൾ തമ്മിൽ 1 അടി അകലം വെക്കുക. താഴെ നിന്ന് പടർന്നു പോകുന്ന പുല്ലുപോലുള്ള ചെടികൾ നിങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കണം. അതേസമയം കുറച്ച് ഹൈറ്റിൽ സ്റ്റാൻഡാക്കിയൊക്കെ വെച്ചിട്ട് കുറച്ച് താപ്പോട്ടിരുന്ന തറയിൽ വന്ന് മുട്ടാതിരുന്ന നിങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നില്ല. കാരണം ഇഴഞ്ഞു പോകുന്ന അണലി കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ചപ്പിൽ കയറി പതുങ്ങിയിരിക്കും, അറിയുകയില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ കൊല്ലം ജില്ലയിൽ 5 താൽക്കാലികമായിട്ട് പാമ്പിനെയൊക്കെ പിടിക്കുന്ന രതീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇന്ന് ഒരു 3 ദിവസം മുന്നേ മൂർഖൻ പാമ്പിൻ്റെ കടി കിട്ടി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഏതോ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കുന്ന അവർ കമ്പിട്ട് അടിച്ചിട്ട് തട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പുള്ളി കണ്ടില്ല, പുള്ളി ചപ്പെടുത്ത് മാറ്റിയപ്പോൾ പെട്ടെന്ന് കയ്യിലേക്ക് കടിയിട്ട്. പക്ഷേ അവിടെ നീര് മാത്രമേ വന്നുള്ളൂ, വേറെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ. 3 ദിവസം കിടന്ന് ഡിസ്ചാർജായി പോയെന്ന് ഇന്നലെ ഡിസ്ചാർജ് ആവും ചേട്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പാമ്പടിയുടെ എണ്ണം കൂടുന്നു, മരണം കൂടുന്നു. ഇതൊന്നും ഒരിക്കലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. അണലി പ്രസവിക്കുന്ന പാമ്പാണെങ്കിൽ ചിലപ്പോൾ 14, 16, 18, 20, 22 എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ 60 മേളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആലപ്പുഴയിൽ അണലി. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇനി 4 വഴിക്ക് പോകുന്നൊരു സമയമാണ്. ഇന്നലെ ഒരു ദിവസം മാത്രം ഈ നമ്മൾ ഇന്നിപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇന്നലെ ഒരു ദിവസം മാത്രം 3 കാറുകളിൽ നിന്നാണ് പാമ്പ് അതിഥിയെ പിടികൂടാൻ ടെൻറ്റ് വിളിച്ചത്. പക്ഷേ 3 കിട്ടിയില്ല. 2 ബൈക്ക് ഒറ്റ ദിവസം കൊണ്ടാണ്.
കൊണ്ടാണ് ഇന്നലെ ഒറ്റ ദിവസമാണ് എനിക്ക് ഇത്രയും 5 സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ വേണ്ടി 5 എണ്ണം എനിക്ക് കിട്ടില്ല. മൊത്തം 17 കേസുകൾ ഇന്നലെ പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഓർക്കണം. വാഹനങ്ങൾക്കകത്തൊക്കെ അതിഥികളിരുന്ന് വരും. അതുപോലെ ഗ്യാസ് കുറ്റിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഗ്യാസ് കുറ്റി എപ്പോഴും വീടിൻ്റെ പുറത്ത് 1 മണിക്കൂറെങ്കിലും വെളിയിലിട്ടിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് ചരിച്ച് അടിവശമൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് മാത്രമേ വീട്ടിനകത്തോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റും. അതുപോലെ പാഴ്സൽ ഇപ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീൻ നന്നാക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് 1 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് വീടിനകത്തോട്ട് എടുത്ത് വെക്കണം, നന്നായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ അഥവാ കാറിൻ്റെ അടിയിലൊക്കെ കാറിൻ്റെ ബോണറ്റിനകത്തൊക്കെ പാമ്പ് വരും കഴിഞ്ഞാൽ കാറിൻ്റെ ബോണറ്റ് പൊക്കി വെച്ചിട്ട് വെയിലത്തങ്ങ് ഇട്ടിരിക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് 1 മണിക്കൂർ ദൂരം അല്ലെങ്കിൽ 2 മണിക്കൂർ ദൂരം അങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അനക്കയിലായിരിക്കും പാമ്പ് അങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണാതിരിക്കുക, നിസ്സാരവൽക്കരിച്ച് കാണാതിരിക്കുക, ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് യാത്രക്കിടയിൽ എനിക്ക് വിശേഷങ്ങൾ പങ്കുവെക്കണം. എന്തായാലും നമ്മുടെ സമയങ്ങളെല്ലാം നമുക്ക് എന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കാം. ഇവരെ ചാക്കിലാക്കുകയാണ്. രണ്ടുപേരും ദാ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിൽ വലയിൽ കുരുങ്ങിയ 2 പെൺ അണലി അതിഥികളെ, അണലി എന്ന് പറയുമ്പോൾ തമിഴിൽ കണ്ണാടി വിരിയൻ, റസൽസ് വൈപ്പർ, ചേനത്തണ്ടൻ, രക്തയണലി, ലോകത്തിലെ ഏറ്റവും നീളമുള്ള വനമുള്ള പാമ്പ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള വനമുള്ള പല്ലുള്ള പാമ്പ്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് കടികിട്ടിയ അതിഥി. കാരണം ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ അണലി വർഗത്തിൽപ്പെട്ട ഹംപിനോസർ, മലബാർ, അതുപോലെ അണലിയുടെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ഒരുപാട് കടികളുടെ ഫോട്ടോസാണ് എനിക്ക് വന്നത്. പക്ഷേ എന്തായാലും നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. തൊട്ട് മുന്നിലത്തെ വീട്ടിൽ പറമ്പ് പൂർത്തിയാക്കാൻ വന്ന ചേട്ടൻ അണലിയുടെ കടികിട്ടി അദ്ദേഹം മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന അതിഥിയെ പിടികൂടി. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം നടന്നു. പിന്നെ അത് കുറച്ചുകൂടെ മുന്നോട്ട് കണ്ട ഒരു പാമ്പ് പിടിയിട്ട് മരണപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് പാമ്പ് പിടി മരണം കുറച്ച് മാറി നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. പ്രിയപ്പെട്ട നമ്മുടെ രാജേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലെ വലയിലകപ്പെട്ട 2 പെണ്ണും അണലി അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.